ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ഹെക്ഷർ ഒഹിലിൻ തിയറി ആണ്. ഇന്റർനാഷണൽ ട്രേഡിലെ കേട്ടോ കുറച്ച് തിയറികളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഹെക്ഷർ ഒഹിലിൻ തിയറിയില് അതിനെ പറയുന്നത് ദ മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്നും കൂടിയും അറിയപ്പെടുന്നുണ്ട്. The modern theory of international trade is associated with the names of two Swedish economists. രണ്ട് സ്വീഡിഷ് എക്കണോമിസ്റ്റുകളായ ഹെക്ഷറും ഒഹിലിനും ചേർന്നാണ് ഈ തിയറി വികസിപ്പിച്ചെടുത്തത്. ഈ ഹെക്ഷർ ഒഹിലിൻ തിയറിയില് എന്താണ് ഈ ഹെക്ഷർ ഒഹിലിൻ തിയറി പറയുന്നത്? The basic determinant of comparative advantage and international trade is the difference in the physical availability or supply of factors of production. അതായത് ഇവിടെ പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് എപ്പോഴും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തെക്കാൾ നേട്ടം മറ്റൊരു രാജ്യത്തിനുണ്ടാകുന്നത്. ആ വ്യത്യാസം is the difference in the physical availability. അത് എന്തിനനുസരിച്ചാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള കാരണം? ഫിസിക്കൽ അവൈലബിലിറ്റി ഓർ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഉൽപാദനത്തിനുള്ള ഘടകങ്ങളുടെ ലഭ്യതയാണ് ആ അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള കാരണം രാജ്യങ്ങൾക്കിടയിൽ. അതായത് ചില വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ അളവിൽ ചില രാജ്യങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് അത്തരം വസ്തുക്കളുടെ ഉൽപാദനത്തിൽ ആ രാജ്യത്തിന് മേന്മയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദിസ് ഈസ് വൈ ദ തിയറി ഈസ് ആൾസോ നോൺ ആസ്. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ ഈ തിയറി ഹെക്ഷർ ഒഹിലിൻ തിയറി എന്നുള്ളത് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ദ ഫാക്ടർ പ്രൊപ്പോർഷൻ ഓർ ഫാക്ടർ എൻഡോമെന്റ് തിയറി. എന്താണ് മറ്റൊരു പേര് പറയുന്നത്? ഫാക്ടർ പ്രൊപ്പോർഷൻസ് ഓർ ദ ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. The basic cause of trade between two nations is the difference in absolute commodity prices resulting from the difference in factor endowments and factor prices before trade. അതായത് കച്ചവടം നടത്തുന്നതിന് മുന്നേ തന്നെ ആ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർക്ക് വേണ്ടി വരുന്ന ചെലവിൽ താരതമ്യേന ചെലവിന്റെ മിച്ചം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് അവിടെ ആ രാജ്യത്തിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നത്. The Heckscher-Ohlin theory is based on the following assumptions. അവിടെയും കുറച്ച് സങ്കല്പങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് സങ്കല്പങ്ങള്? രണ്ട് രാജ്യങ്ങൾ മാത്രം, two nations, two commodities and two factors of production. അപ്പൊ മൂന്ന് കാര്യങ്ങളിലാണ് 2 എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങൾ, രണ്ട് കമോഡിറ്റികൾ, രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. 2 മോഡൽ. ആ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ലേബറും ക്യാപിറ്റലാണ്. ബോത്ത് നേഷൻസ് യൂസ് ദ സെയിം ടെക്നോളജി. ഒരേ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ദ സെയിം കമോഡിറ്റി ഈസ് ലേബർ ഇന്റൻസീവ് ഇൻ ബോത്ത് നേഷൻസ്. അതായത് ആ ഒരേ ഉൽപ്പന്നം എന്താ? ലേബർ ഇന്റൻസീവ്, അതായത് തൊഴിലധിഷ്ഠിതമായിരിക്കും. പിന്നെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ള രീതിയിലായിരിക്കും അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് നമ്മൾ എത്രമാത്രം ഘടകങ്ങൾ ചേർക്കുന്നു അത്രമാത്രം ഉൽപാദനം ഉണ്ടായിരിക്കും. ഇൻകംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനത്തിലുള്ള സ്പെഷ്യലൈസേഷൻ പൂർണ്ണമല്ല, വൈവിധ്യവൽക്കരണം പൂർണ്ണമല്ല എന്നുള്ള സങ്കല്പം. കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആർ ദ സെയിം. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഫാക്ടറി മാർക്കറ്റിൽ നടക്കുന്നത്. ഫാക്ടേഴ്സ് ആർ ഇമ്മൊബൈൽ, അതായത് രാജ്യങ്ങൾക്കിടയിൽ ഫാക്ടേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 0 ആയിരിക്കും. ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും. ഫ്രീ ട്രേഡ് ആയിരിക്കും. ഇന്റർനാഷണൽ ട്രേഡ് ബിറ്റ്വീൻ ദ ടു നേഷൻസ് ബാലൻസ്ഡ് ആയിരിക്കും. ഇത്രയും സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തിയറി വിവരിക്കുന്നത്. The Heckscher-Ohlin theory states that each nation will export the commodity produced by its relatively abundant and cheap factor. ഓരോ രാജ്യവും ഏത് ഉൽപ്പന്നമാണോ വളരെ കുറഞ്ഞ ചെലവിൽ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ആ ഉൽപ്പന്നം അവർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും
ആൻഡ് ഇമ്പോർട്ട് ദ കമോഡിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ്സ് റിലേറ്റീവ്ലി സ്കയേഴ്സ്. അവിടെ കിട്ടാത്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ അവർ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇൻ ഷോർട്ട്, ലേബർ അബണ്ടന്റ് നാഷൻ വിൽ എക്സ്പോർട്ട് റിലേറ്റീവ്ലി ലേബർ ഇന്റൻസീവ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് തൊഴിൽ ഉള്ള ഒരു രാജ്യമാണെങ്കിൽ തൊഴിലധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ അവർ അവിടെ നിന്ന് കയറ്റി അയക്കും, മൂലധനാധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. അതേപോലെ മൂലധനാധിഷ്ഠിതമാണുള്ള ഒരു രാജ്യമെങ്കിൽ അവർ അത് കയറ്റുമതി ചെയ്യും, തൊഴിലധിഷ്ഠിതമായത് ഇറക്കുമതി ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അവിടെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ കച്ചവടം വരുന്നത്. when a particular factor is abundant in a country, അപ്പൊ ഏതൊരു ഘടകമാണോ ഒരു രാജ്യത്ത് കൂടുതലായിട്ടുള്ളത്, the market price of that factor, അതിന്റെ കമ്പോള വില വളരെ കുറവായിരിക്കും. Commodities produced by using large amount of the abundant factor will be relatively cheap. അപ്പൊ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില വളരെ കുറവായിരിക്കും ആ രാജ്യത്ത്. if another factor is scarce, that market price is that factor. വേറെ ഏതെങ്കിലും ഒരു ഫാക്ടർ ഘടകം അവിടെ കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസ് വളരെ കൂടിയും ഇരിക്കും. Commodities produced by using large amount of the scarce factor will be relatively expensive. അപ്പൊ അങ്ങനെ ഒരുപാട് ചെലവ് വരുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വളരെ ചെലവേറിയതാവും. The difference in commodity prices is the result of the difference in factor prices. അപ്പൊ ഒരു രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയെ കുറിച്ച് നോക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന ഘടക ചെലവിന്റെ വിലയുടെ അടിസ്ഥാനം തന്നെയാണ് ഉൽപ്പന്നങ്ങളുടെ വിലയിലും വ്യതിയാനം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഫാക്ടർ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഘടക ചെലവാണെന്ന് മനസ്സിലാക്കാം. Hence, the difference in relative factor endowment is the basis of comparative. അപ്പൊ എവിടെയാണ് ഫാക്ടർ എൻഡോമെന്റ് കുറവായിട്ടുള്ളത്, അതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കാണിക്കുന്നത്. ഫണ്ടമെന്റൽ ഡിറ്റർമിനന്റ് ഓഫ് ദ പാറ്റേൺ ആൻഡ് കോമ്പോസിഷൻ ഇൻ ഇന്റർനാഷണൽ ട്രേഡ്, അതാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ അടിസ്ഥാനമാകുന്നതെന്ന് പറയുന്നു. അപ്പൊ എപ്പോഴും ഏതൊരു സാധനങ്ങളുടെയും ഉൽപാദന ചെലവ്, അതായത് ഘടകങ്ങൾ വളരെയധികം ഉണ്ടെങ്കിൽ ഘടക ചെലവ് കുറയും. ഘടക ചെലവ് കുറച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിന് വിലയും കുറവായിരിക്കും, ഘടക ചെലവ് കൂടിയതിന് വില കൂടുതലായിരിക്കും. അപ്പൊ ഓരോ രാജ്യവും ഏത് ഘടകമാണോ അവിടെ കൂടുതലായിട്ടുള്ളത്, ചെലവ് കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്, ആ ഓരോ രാജ്യവും അത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക. അപ്പൊ ഇരു രാജ്യങ്ങൾക്കും അത് എന്താണ്, ഈ ഘടക ചെലവിന്റെ ഫാക്ടർ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുമ്പോൾ അത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായിരിക്കും. അതാണ് ഹെക്ഷർ-ഒഹ്ലിൻ തിയറിയില് നമ്മളോട് വിശദീകരിക്കുന്നത് കേട്ടാ. ഇനി ഹെക്ഷർ-ഒഹ്ലിൻ തിയറി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ. അതിനായിട്ട് ഒരു ഡയഗ്രാം ഇവിടെ നമുക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ ഡയഗ്രത്തിലൂടെ ഹെക്ഷർ-ഒഹ്ലിൻ തിയറി ഇവിടെ എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കപ്പോ ഇവിടെ ആ ഡയഗ്രാം ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. y ആക്സിസും x ആക്സിസും വരയ്ക്കുന്നു.
ഇവിടെ നമ്മള് രണ്ട് നാഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇതാണ് നാഷൻ എ, നാഷൻ ബി, നാഷൻ ബിയുടേത് കേട്ടോ. ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് നാഷൻ എ. നാഷൻ എയുടേത്. ഇനി നമ്മളിവിടെ രണ്ട് കമ്മോഡിറ്റി, രണ്ട് രാജ്യങ്ങൾ, രണ്ട് കമ്മോഡിറ്റി, രണ്ട് ഫാക്ടർ. അപ്പൊ രണ്ട് കമ്മോഡിറ്റി ആണ് ഇവിടെ. വൈ കമ്മോഡിറ്റിയും, വൈ ആക്സിസിൽ വൈ കമ്മോഡിറ്റിയും എക്സ് ആക്സിസിൽ എക്സ് കമ്മോഡിറ്റി ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതില് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ വരയ്ക്കുന്നുണ്ട്. IC2ഉം IC1. IC2 ഇവിടെ ഇതിനോട് ടാൻജന്റ് ആയിട്ട് മോളിൽ കൂടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ് IC2. അതിനെ ഇതിനോട് ടാൻജന്റ് ആക്കിയിട്ട് നമ്മൾ വെക്കുന്നു. ഇനി IC1 എന്ന് പറയുന്നത് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ വരയ്ക്കുന്നുണ്ട്, IC1, IC2. ഇവിടെ ടാൻജന്റ് ആവുന്ന ഈ പോയിന്റിനെ നമ്മള് E=E' എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ടാൻജൻസി പോയിന്റിലേക്കുള്ള ഈ ഭാഗം. പിന്നെ അതുപോലെ
ഇവിടെ നിന്ന് ഇങ്ങട് ഈ ഒരു പോയിന്റ്. അത് എഫ് ഡാഷ്, ഇവിടെ ഡി ഡാഷ്, ഇവിടെ ഡി, ഇവിടെ എഫ്. ഈ പോയിന്റിനെ സി എന്ന് പറയും. സി ഡാഷ്, സി ഡാഷ്. ഈ പോയിന്റ് ഇവിടെ ഇത് ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ് സി പോയിന്റ് ആയിട്ട് എടുക്കുന്നു കേട്ടോ. ഇവിടെ സി ഡാഷും ഇവിടെ സിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡയഗ്രത്തില് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിലെ രണ്ട് രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ ഫ്രോണ്ടിയർ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്, നേഷൻ എയും ബിയും. നേഷൻ എ ഈസ് ലേബർ അബണ്ടന്റ്, അതായത് നേഷൻ എയിലാണ് ഇഷ്ടംപോലെ തൊഴിലാളികൾ ഉള്ളതെന്ന് കരുതാം. എന്നിട്ട് കമോഡിറ്റി എക്സ്, അതായത് നേഷൻ എ ഈസ് ലേബർ അബണ്ടന്റ് ആൻഡ് കമോഡിറ്റി എക്സ് ഈസ് ലേബർ ഇന്റൻസീവ് കമോഡിറ്റി ആണ് കമോഡിറ്റി എക്സ് എന്ന് പറയുന്നത്. നേഷൻ ബി ഈസ് ക്യാപിറ്റൽ അബണ്ടന്റും കമോഡിറ്റി വൈ ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവും. അതായത് നേഷൻ എക്ക് എന്താ ലേബർ ഇന്റൻസീവ് ആണ്, എക്സ് കമോഡിറ്റി ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നേഷൻ ബിക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്, വൈ കമോഡിറ്റി ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. Point C and C dash represents the equilibrium point of production and consumption in the two nations in the absence of trade. അതായത് നമ്മൾ സി എന്നുള്ള പോയിന്റും സി ഡാഷ് എന്നുള്ള, അതായത് IC1 ശരിക്കും പറയുകയാണെങ്കിൽ സി ഡാഷ് സി, അതായത് രണ്ടിടത്ത് ഇവിടെ സി ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെ സി ഡാഷ് ഇവിടെ ടാൻജന്റ് ആവുന്നുണ്ട് കേട്ടോ. അതായത് നേഷൻ ബി സി ഡാഷ് എന്നുള്ള ഈ പോയിന്റിലും നേഷൻ എ സി എന്നുള്ള ഈ പോയിന്റിലുമാണ് എന്ത് പ്രൊഡക്ഷൻ അവർ ഇക്വിലിബ്രിയം പൊസിഷനിൽ, ബിഫോർ ട്രേഡിന് മുന്നേ അവർ ഇക്വിലിബ്രിയം പൊസിഷനിലാകുന്ന പോയിന്റുകൾ നേഷൻ ബി സി ഡാഷിലും നേഷൻ എ സിയിലും ആയിരുന്നു. അവിടെ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് IC1 ആണ്. രണ്ട് രാജ്യങ്ങളുടെയും IC1ലാണ് അവർ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നത്. കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ് കർവ് IC1 ടാൻജന്റ് ടു ദ പ്രൊഡക്ഷൻ ഫോണ്ടിയർ, നേഷൻ എയുടെ പ്രൊഡക്ഷൻ ഫോണ്ടിയർ ആയിട്ട് ടാൻജന്റ് ആവുന്നത് C1ലും, പ്രൊഡക്ഷൻ സിയിലും, പ്രൊഡക്ഷൻ ബിയുടേത് C1ലാണ് ടാൻജന്റ് ആകുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിലാണ് അവർ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നത്. അത് ഫസ്റ്റ് ബിഫോർ ട്രേഡിന് മുന്നിലുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ദ റിലേറ്റീവ് കമ്മോഡിറ്റി പ്രൈസ് ഇൻ നേഷൻ എ ഈസ്, അപ്പൊ അവിടെ നോക്കുമ്പോ അവരുടെ പ്രൈസ് എന്ന് പറയുന്നത്, അവരുടെ കമ്മോഡിറ്റി പ്രൈസോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, പി എയും പി ബിയും. അതായത് ഈ പോയിന്റിലൂടെ തന്നെ നമ്മളൊരു ആ പോയിന്റിലൂടെ ടാൻജന്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതാണ് കേട്ടോ, പി എയും പി ബിയും. അതായത് ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞല്ലോ, അതിലൂടെ നമ്മൾ ടാൻജന്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതാണ്. അതുപോലെ ഇതിലൂടെ ടാൻജന്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതാണ്. ഇതാണ് ബിയുടേത്, പി ബിയും
ഇത് എയുടേത്, പി എയും. അവർക്ക് കിട്ടിയിരുന്ന പ്രൈസുകളാണ് നമ്മൾ അവിടെ കാണിച്ചിട്ടുള്ളത്, പി എയും പി ബിയും. ഈ 2 പോയിന്റ്. Specialization in production continues until the relative prices of the two goods are equalized. അതായത് ഇവര് 2 കൂട്ടരും അവർക്ക് ഏതിലാണോ കൂടുതൽ ചെലവ് കുറച്ച് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് അവർ വൈവിധ്യവൽക്കരണം നടത്തുന്നു. അങ്ങനെ വരുമ്പോ the prices of the two goods, 2 ഗുഡ്സിന്റെയും വില തുല്യമാകുന്നത് വരെ അവർ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കും. This occurs at the point where the transformation, അവർ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് ഈ 2 രാജ്യങ്ങളുടെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ടല്ലോ, അത് ട്രാൻസ്ഫോർമേഷൻ കർവിലേക്ക് മാറ്റം വരുത്തുന്നു. The two nations are tangent to the common relative price. അതായത് അവർ ഏത് പ്രൈസിലേക്ക് എത്തുന്നത് വരെയാണ് അവര് സ്പെഷ്യലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പി സിയിലേക്ക് എത്തുന്നത് വരെയായിരിക്കും ട്ടാ. കോമൺ ആയിട്ടുള്ള, നമ്മൾ 2 പ്രൈസ് ആണ് പി എയും പി ബിയും. ഇനി 2 രാജ്യങ്ങൾക്കും കോമൺ ആയിട്ടുള്ളതാണ് പി സി. അപ്പൊ പി സി നമ്മൾ എവിടെയാ വരയ്ക്കുക? ഇതാണ്, ഇവിടെ വരയ്ക്കുന്നതാണ് പി സി. അവർ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്, ഈ 2 രാജ്യങ്ങളും സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് പി സി എന്നുള്ള കോമൺ പ്രൈസിലേക്ക് എത്തുന്നത് വരെയും അവർ വൈദഗ്ധ്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ വൈവിധ്യവൽക്കരണം കൂടുമ്പോഴാണ് 2 രാജ്യങ്ങൾക്കിടയിലുള്ള കൈമാറ്റങ്ങൾ നടത്തുന്നത്. അപ്പൊ സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് until the relative price of two goods are equalized. This occurs at the point where the transformation curve of two nations tangent to common relative price in PC. Thus nations A specialized. അപ്പൊ A ഏതിലാണ്? കമ്മോഡിറ്റി എക്സിലും ബി കമ്മോഡിറ്റി വൈയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നാഷൻ എ വിൽ എക്സ്പോർട്ട്, അപ്പൊ എ അതിന്റെ കമ്മോഡിറ്റി എക്സ് എക്സ്പോർട്ട് ചെയ്യുന്നു ബിയിലേക്കും, ബി ബൈ കമ്മോഡിറ്റി എയിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ദ മൂവ്മെന്റ് ഓഫ് നാഷൻ എ ഫ്രം എഫ് ടു ഇ ഇൻവോൾവ്സ്, എഫിൽ നിന്ന് ഇ വരെയുള്ള ആ മൂവ്മെന്റ്, അതാണ് അവിടേക്കുള്ള കയറ്റുമതിയെ കാണിക്കുന്നത്. മോർ ഓഫ് വൈ ബട്ട് ലെസ് ഓഫ് എക്സ്, അതായത് വൈ കൂടുതലായിട്ട് അങ്ങോട്ടും എക്സ് കുറവ് ഉപയോഗിക്കുന്നു. The movement of nations A from point F to E, എഫിൽ നിന്ന് ഇ എന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ അവരെന്താണ്? മോർ ഓഫ് എക്സ്, അതായത് ഒരു രാജ്യം കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് എക്സ് കമ്മോഡിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ട് അവരവിടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവരെന്താണ് അവിടെ എന്താണ് ചെയ്യുന്നത്? എക്സ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്നു. എ എന്ന രാജ്യം എക്സ് കമ്മോഡിറ്റി ബി എന്ന രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന്, അതായത് നാഷൻ എയിൽ നിന്ന് ബിയിലേക്ക് എക്സ് കമ്മോഡിറ്റി അവര് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. നാഷൻ ബി സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി വൈ, ബി എന്ന രാജ്യം വൈയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് നാഷൻ എ വിൽ എക്സ്പോർട്ട് കമ്മോഡിറ്റി എക്സ്, എ എന്ന രാജ്യത്ത് നിന്ന് എക്സ് കമ്മോഡിറ്റി വൈ എക്സ് എന്ന കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുകയും വൈ എന്ന കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. On the other hand, nation B will export commodity, B എന്ന രാജ്യം Y commodity എക്സ്പോർട്ട് ചെയ്യുന്നു, X commodity ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. The movement of nation A from point A എന്ന രാജ്യം F ൽ നിന്ന് ഇയിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? More of Y but less of X, അതായത് Y കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നു, എക്സിന്റെ അളവ് കുറച്ചിട്ട് എക്സ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. Nevertheless, nation A gains from the trade because point E is on higher കമ്മ്യൂണിറ്റി, അതായത് അവര് അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നത് കൂടുതൽ ഇൻഡിഫറൻസ് IC2-ലാണ് അവര് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നത്. 2 രാജ്യങ്ങൾക്കും അതുകൊണ്ട് കൂടുതൽ നേട്ടമാണ്. സിമിലർലി ദ മൂവ്മെന്റ് ഓഫ് നാഷൻ ബി ഫ്രം പോയിന്റ് എഫ് ടു E1, അതുപോലെ ബി എന്ന രാജ്യം എഫ് ഡാഷിൽ നിന്ന് E1ലേക്കാണ് എത്തുന്നത്. ഇൻവോൾവ്സ് മോർ ഓഫ് എക്സ് ബട്ട് ലെസ് ഓഫ് വൈ. അപ്പൊ ആ രാജ്യം എന്താ? കൂടുതൽ എക്സ് ആണ്, വൈ കുറയ്ക്കുന്നു. നാഷൻ ബി ആൾസോ ഗെയിൻസ് ഫ്രം, ബിക്കും അതിൽ ഗെയിൻസ് കിട്ടുന്നുണ്ട്. അത് ഏത് പോയിന്റിൽ നിന്ന്? സിയിൽ നിന്ന് ഇയിലേക്കാണ് എത്തുന്നത് അല്ലെ. ആ ഒരു മൂവ്മെന്റ് ആണ് അവർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. Thus both nations gain from, അങ്ങനെ 2 രാജ്യങ്ങൾക്കും ഈ ട്രേഡിൽ നിന്ന് നേട്ടമാണ് ഉണ്ടാകുന്നത്. ഹയർ കമ്മോഡിറ്റി ഇൻഡിഫറൻസ്, അവർ 2 കൂട്ടരും IC2-ലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് എത്തുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്?
ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള രാജ്യം അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുക, ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള രാജ്യം അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുക. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ കച്ചവടം നടത്തുമ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഹയർ ഇൻഡിഫറൻസ് കർവിൽ ഹയർ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ലഭ്യമാകുന്നു. രണ്ട് രാജ്യങ്ങളും എക്സ്പോർട്ടിലൂടെ മെച്ചം നേടാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വ്യാപാരം കൂടുതൽ ഗുണകരമാകുന്നതെന്ന് പറയുന്നത്. A labor abundant nation will specialize in the production of the labor intensive, and this will result in an increase in the demand for labor and decrease in the demand for capital. The result in an increase in the wage rate. അപ്പൊ അവിടുത്തെ തൊഴിലാളികളുടെയും വേജ് റേറ്റ് കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. അപ്പൊ ആ രാജ്യത്തെ ജനങ്ങൾക്കും അതുകൊണ്ട് മെച്ചമുണ്ടാവാണ് ചെയ്യുന്നത്. അപ്പൊ capital abundant nation will specialize in production of capital intensive and reduce the production of labor intensive. This will result in increase in demand for capital and decrease in demand for labor. The result in an increasing interest rate and fall in the wage rate. Wage rate കുറയുന്നു. Thus, international trade equalize the price of homogeneous product. അങ്ങനെ international trade എല്ലാറ്റിനെയും ഈക്വലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ തിയറിക്കും ക്രിറ്റിസിസം ഒക്കെ പറയുന്നുണ്ട്. The Heckscher-Ohlin theory is based on the unrealistic assumption of perfect competition എന്നുള്ള സങ്കല്പം അത് തെറ്റാണ്. ഫാക്ടർ എൻഡോമെന്റ് തിയറി ഫെയിൽസ് ടു അനലൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെക്നോളജിക്കൽ. ഇവിടെ ഫാക്ടർ എൻഡോമെന്റ് മാത്രമേ പറയുന്നുള്ളൂ. സാങ്കേതിക വിദ്യയിലുള്ള മികവിനെ ഇവർ തള്ളി പറയാണ് ചെയ്യുന്നത്. The modern theory of international trade ignores the role of transportation cost. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തിയറിയിലൊക്കെ വരാണെങ്കിൽ അവിടെ ഗതാഗത ചെലവ് അതിന്റെയൊക്കെ പങ്കുണ്ട്, അതൊക്കെ ഇവർ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. The theory assumes that consumer taste and preference are the same. പിന്നെ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ രണ്ട് രാജ്യങ്ങളും തുല്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമാകുന്നില്ല. The fractal proportion theory is based on the assumption that factor are immobile. പിന്നെ ഘടകങ്ങൾ ഇമ്മൊബൈൽ ആണെന്ന് പറയുന്നു. അതും ഇന്നത്തെ മോഡേൺ കാലത്ത് ഇമ്മൊബൈൽ ഒന്നല്ല, ഫാക്ടേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൈമാറ്റം ചെയ്യാവുന്നതാണ്. The HO theory is based on the assumption of free trade. പിന്നെ ഫ്രീ ട്രേഡ് എന്നുള്ള ഒരു അസംഷൻസ് കൂടി അവിടെ വരുന്നുണ്ട്, സങ്കല്പങ്ങൾ കൂടി വരുന്നുണ്ട്. അതും ഇന്നത്തെ കാലത്ത് സ്വതന്ത്ര വ്യാപാരമൊന്നും നിലനിൽക്കുന്നില്ല. The international trade in product based on natural resources is not explained. പിന്നെ അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര വ്യാപാരം അതൊന്നും കൂടുതൽ വിശദീകരിച്ചിട്ടില്ല. According to HO theory, international trade will bring about equalization. പ്രൈസസ് ഈക്വലൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഹോമോജീനിയസ് ഫാക്ടേഴ്സ് അക്രോസ് നാഷൻസ് ഇൻ റിയാലിറ്റി. പക്ഷെ യഥാർത്ഥത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രൈസ് ഈക്വലൈസ് ചെയ്യാന്ന് പറയുന്നതൊക്കെ നടക്കുന്ന കാര്യമില്ല. അവിടെ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. The Heckscher-Ohlin model predicts that a capital abundant nation will export capital intensive commodities and import labor intensive commodities, but the empirical verification of the Heckscher-Ohlin model of Leontief showed that United States a capital surplus nation exporter labor intensive. പക്ഷെ ഇവിടെ തിയറിയിൽ പറയുന്നത് എന്താ, സങ്കല്പങ്ങളിൽ പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിരുന്നവര് അത് എക്സ്പോർട്ട് ചെയ്യുക, ലേബർ ഇന്റൻസീവ് ആയിരുന്നവര് അവരുടെ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് എന്താ, അമേരിക്ക ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്, പക്ഷെ അവിടെ നിന്ന് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പലതും കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും യാഥാർത്ഥ്യമല്ല. The factor proportions theory fails to explain intra-industry trade. Intra-industry trade നെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് intra-industry trade എന്നുള്ളത്. അതുപോലെ intra-industry trade refers to countries simultaneously exporting and importing. ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നതാണ് intra-industry trade. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡ് ആണ്. അതിനെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഈ Heckscher-Ohlin തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയാണ് അതിലെ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ Heckscher-Ohlin തിയറിയിൽ ഇത്രയേ ഉള്ളൂ. ഓരോ രാജ്യങ്ങളും രണ്ട് എപ്പോഴും അസംഷൻ എന്തൊക്കെയാണ് കണ്ടത്, രണ്ട് രാജ്യങ്ങൾ, രണ്ട് കമോഡിറ്റി, രണ്ട് ഫാക്ടറികൾ. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ രണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് രണ്ട് രാജ്യങ്ങളുടെ നമ്മൾ വരച്ചു. ഈ രണ്ട് രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ അവരൊരു ഇക്വിലിബ്രിയം പൊസിഷനിലായിരുന്നു ബിഫോർ ട്രേഡിന് മുന്നിൽ. പിന്നെ അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പ്രൈസ് ഈക്വലൈസ് ചെയ്തിട്ട് ഒരു പുതിയ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോഴാണ് ഒരു രാജ്യം ലേബർ ഇന്റൻസീവ് ആയത് ആ പ്രോഡക്റ്റ് മറ്റേ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ ഇന്റൻസീവ് ആയത് ആ പ്രോഡക്റ്റ് ലേബർ ഇന്റൻസീവ് എക്സ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടു കൂട്ടരും പുതിയ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നു. അത് ആദ്യത്തേക്കാൾ മെച്ചമുള്ള ഇൻഡിഫറൻസ് കർവിലാകുന്നു. ഇത്രയാണ് Heckscher-Ohlin തിയറിയിൽ പറയുന്നത്. പക്ഷെ അതിലെ സങ്കല്പങ്ങളൊക്കെ അതിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ.